Hello students, welcome back to Bosco Campus Vision. This is the 28th lecture on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kotti. The last class we were discussed about the topic of project profile preparation. In today's session, we will discuss about the topic of matching the entrepreneur with the project. Let us start our session. Matching the entrepreneur with the project. It means that the project should match with the capacity of the entrepreneur. An entrepreneur possessing a keen interest for setting up an organization may have his own idea, interest, and vision. He must formulate a business plan in such a way that it suits his interest and aptitude. Certain efforts and steps are to be taken by the entrepreneur to match himself with his project. അപ്പം ഒരു ഓണ്ടർപ്രണർ അദ്ദേഹം ഒരു പ്രോജക്റ്റുമായിട്ട് വരുമ്പം അദ്ദേഹത്തിന് ആ ഒരു പ്രോജക്റ്റുമായിട്ട് മാച്ച് ആകണം. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിഷനും ഇൻട്രസ്റ്റും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റിസോഴ്സസും എല്ലാം ആ ഒരു പ്രോജക്റ്റുമായിട്ട് മാച്ച് ആകണം. അതിന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാനായിട്ട് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഓണ്ടർപ്രണർ എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്, സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, ദെൻ സെലക്ഷൻ ഓഫ് സൈറ്റ്, then designing capital structure, then technical know-how, then preparation of project report. ഇത്രയും സ്റ്റെപ്സുകളാണ് ഒരു ഓണ്ടർപ്രണർ അദ്ദേഹം ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ. ലെറ്റ് us discuss each one in detail. First one is selection of the product or service. ഒരു ഓണ്ടർപ്രണർ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യവും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു മോട്ടിവേഷനും എല്ലാം അതിനനുസൃതമായിട്ട് മാത്രമേ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ അദ്ദേഹം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ദ പ്രോഡക്റ്റ് ഹി ഇൻറ്റൻസ് ടു പ്രൊഡ്യൂസ് ഓർ ദ സർവീസ് ദാറ്റ് ഹി ഇൻറ്റൻസ് ടു പ്രൊവൈഡ് ഷുഡ് ബി വൺ ഇൻ വിച്ച് ഹി ഹാസ് എ ക്ലിയർ ഐഡിയ ആൻഡ് നോളജ്. അദ്ദേഹം മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ധാരണയും നല്ല വ്യക്തമായ ഐഡിയയും നോളജും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. The entrepreneur has to select the form of ownership very carefully, as each form has its own advantage and limitations. ഓണർഷിപ്പിൻ്റെ കാര്യം വരുമ്പം അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരിക്കണം. If the enterprise requires only limited amount of capital, technical know-how and other factors of production, a sole proprietorship form of business may opt. അതായത് ഒരു എൻ്റർപ്രൈസിന് വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, വളരെ കുറച്ച് എമൗണ്ട് ക്യാപിറ്റലും അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം വളരെ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി. ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു പ്രോജക്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അങ്ങനെയുള്ളൊരു ഓണർഷിപ്പായിരിക്കും ബെറ്റർ. ഇനി ഇഫ് സച്ച് റിക്വയർമെൻറ്റ്സ് ആർ ഹൈ, എയ്തർ പാർട്ണർഷിപ്പ് ഓർ കമ്പനി ഫോം ഓഫ് ബിസിനസ് മേ ബി സ്യൂട്ടബിൾ. ഇനി ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ നോ ഹൗ അങ്ങനെയുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ സഹായങ്ങളുണ്ടാവണം. അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതെല്ലാം വളരെ കൂടുതലായിട്ട് വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പാർട്ട്ണർഷിപ്പായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്പനി ഫോമിലോ ആയിരിക്കാം അദ്ദേഹത്തിന് ചെയ്യാൻ
അനുയോജ്യമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം തിരഞ്ഞെടുക്കണം. അതാണ് സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് ടോപ്പിക്കാണ്? മാച്ചിങ് ദ ഓണ്ടർപ്രണർ വിത്ത് ദ പ്രോജക്റ്റുമായിട്ട് അദ്ദേഹത്തിന് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ടാണോ അദ്ദേഹം ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിന് അനുയോജ്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഓണ്ടർപ്രണറിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സർവീസോ പ്രോഡക്റ്റോ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ആണ് ഓണർഷിപ്പ്. ഇപ്പം വലിയ മുതൽ മുടക്കുള്ള കമ്പനി ആണ് ഫോം ചെയ്യാൻ പോകുന്നത്, എൻ്റർപ്രൈസ് ആണ് ഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ കമ്പനിയായിട്ടോ ആയിരിക്കും തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇനി വളരെ കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും നല്ലത്. Next step is selection of site. New entrepreneurs often select the location which are near to the place of residence. As the business expands or when more ventures are started, the entrepreneur may think of moving to far away places which may be advantageous for such business. Hence, the site selector should be one which enjoys all incentives provided by the government and should be accessible to market and sources of supply of raw materials and labor. അടുത്ത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യേണ്ടുന്ന, അതായത് ഓണ്ടർപ്രണറിൻ്റെ ഭാഗത്തുനിന്ന് മാച്ച് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് സൈറ്റ്. അതായത് പ്രോജക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം. അത് തുടക്കത്തിലുള്ള ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിൽ, ഒരു തുടക്കക്കാരനായിട്ട് വരുന്ന വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീടിനോടടുത്തായിരിക്കും ആ ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് സ്ഥാപനം വളർന്ന് വലുതാവുമ്പം പിന്നീട് അത് അവിടുന്ന് മാറ്റി കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നിടത്തേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻസെൻറ്റീവ്സുകൾ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ്, നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിനോട് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് റോ മെറ്റീരിയൽസും ലേബേഴ്സിനെയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. Capital structure depends upon the size and type of business that the entrepreneur undertakes. It is the proportion of owned capital to borrowed capital. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതായത് എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിൻ്റെ സ്വന്തമായിട്ടുള്ള ഓൺഡ് ക്യാപിറ്റലിൻ്റെ റേഷ്യോയും ബോറോവ്ഡ് ക്യാപിറ്റൽ, അതായത് നമ്മൾ പുറത്തു നിന്നും വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന, കടമെടുക്കാൻ പോകുന്ന ക്യാപിറ്റൽ എത്ര ആണെന്ന് അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടെക്നിക്കൽ നോ ഹൗ. Many of the modern industrial units require some sort of technical know-how. അതായത് ഇപ്പോഴുള്ള മോഡേൺ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇതൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. എങ്കിലും കുറച്ച് ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. സ്റ്റെപ്പ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. A project report is a statement which contains relevant data in respect of a project, serves as a guide to management in allocating resources for the production of specific product or rendering of service. അപ്പം പ്രോജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡേറ്റകളും ഉണ്ടായിരിക്കണം.
റിസോഴ്സസ് അലോക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു വിവരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. In today's session, we discussed the topic of matching the entrepreneur with the project. That means the project should match with the capacity of the entrepreneur or interest of the entrepreneur. Entrepreneurൻ്റെ താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിക്കും എല്ലാം അനുസൃതമായിട്ട് ആ ഒരു പ്രോജക്റ്റ് മാച്ചായി വരിക എന്നുള്ളത്. അതെങ്ങനെയാണ് മാച്ച് ആകുന്നത്, അത് മാച്ച് ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് ഓൺടർപ്രണറുടെ ഭാഗത്തു നിന്നും 6 സ്റ്റെപ്സുകളാണ് അദ്ദേഹം എടുക്കേണ്ടുന്നത്. അതായത് ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിന് മാച്ച് ആകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്, സെക്കൻഡ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, ദെൻ selection of site, then designing capital structure, then technical know-how, then last one preparation of project report. അങ്ങനെ 6 സ്റ്റെപ്സുകൾ, ഈ 6 സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് വരുവാണെങ്കിലാണ് ആ ഒരു പ്രോജക്റ്റ് ആ ഒരു ഓൺടർപ്രണറിന്